നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ നിലപാട് എടുത്തിരിക്കുന്നു. പോലീസ് അന്വേഷണം കൊന്നതുകൊണ്ട് മാത്രം മനസ്സില്ലാ മനസ്സോടെ മരിക്കേണ്ടി വന്നവനാണ് നമ്മുടെ നവീൻ ബാബു. കൊല്ലാൻ പിടിച്ചവർക്ക് എല്ലാ നിലയിലും കരുത്തുണ്ടായിരുന്നു. സ്വാഭാവികമായും ജീവൻ സംരക്ഷിക്കാനുള്ള എതിർപ്പുകൾ വിലപ്പോവില്ല. അക്കാര്യം അദ്ദേഹത്തിന് നല്ലോണം അറിയാമായിരുന്നു. അതുകൊണ്ട് തീരെ ഗത്യന്തരമില്ലാത്ത ആ സവിശേഷ സാഹചര്യത്തിൽ തന്നെ കൊല്ലാൻ വന്നവരോട് നവീൻ ബാബു തീർത്തും നിസ്സഹായനായി സഹകരിച്ചു. നിശേഷം മരിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. കൊല്ലാൻ വന്നവരോട് ഒട്ടും തന്നെ തർക്കിക്കാൻ നിന്നില്ല. സിനിമയിലെ നായകനെ പോലെ കൊല്ലാൻ വന്നവരെ സ്റ്റണ്ട് ചെയ്ത് തുരത്താൻ കൂട്ടാക്കിയില്ല. തന്നെ കൊന്നു തിന്നാൻ കൊതിയോടുകൂടി സമീപിക്കുന്ന കുറുക്കനെ ഒരു മുയൽ എങ്ങനെ നേരിടുമോ അങ്ങനെ തന്നെ നവീൻ ബാബു തന്റെ ഘാതകരെ കൈകാര്യം ചെയ്തു. അതായത് യാതൊരു പ്രതിഷേധവും കൂടാതെ പൂർണ്ണമായും നവീൻ ബാബു മരിച്ചു കൊടുത്തു. മനസാക്ഷിക്കുത്തില്ലാതെ മനുഷ്യരെ കൊല്ലാനും കൊല്ലാക്കൊല ചെയ്യാനും മടിയുള്ള കൂട്ടരൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിപ്പുകാർ. തങ്ങൾ കൊന്നവരുടെ എണ്ണം അഭിമാനത്തോടെ എണ്ണി പറയുക മാത്രമല്ല, എങ്ങനെയാണ് കൊന്നതെന്ന് വളരെ വളരെ ആത്മാർത്ഥമായി വിളിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ പ്രോത്സാഹനം നിറഞ്ഞ കയ്യടി ധാരാളമായി സമ്പാദിക്കുന്നവരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒന്നിനെ വെട്ടിക്കൊന്നു, മറ്റൊന്നിനെ കുത്തിക്കൊന്നു, വേറൊന്നിനെ വെടിവെച്ചു കൊന്നു, പിന്നെ ഒന്നിനെ തല്ലിക്കൊന്നു, ഇനിയും ഒന്നിനെ ചവിട്ടിക്കൊന്നു എന്നിങ്ങനെ തങ്ങളുടെ സകല കൊലാപ്രവർത്തനങ്ങളും വളരെ ഗർവോടെ വിളിച്ചു പറഞ്ഞ് അണികളെ കോരിത്തെരിപ്പിക്കാൻ പാർട്ടി നേതാക്കൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ കലർന്നു കിടക്കുന്ന ഖായേക്കാൾ ഘാതകന്റെ ആ ഖായാണ് സഖാവ് എന്ന പദത്തിന് ചേരുകയെന്ന് പോങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സഖാവ്, അതിപ്പോ സഖാവിന്റെ ഖ സുഖത്തിൻ്റെതോ ഘാതകന്റേതോ ആവട്ടെ, നമ്മുടെ പ്രശ്നം പക്ഷെ മറ്റൊന്നാണ്. വൺ 2 3 എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് തങ്ങളെ കൊന്നവരുടെ സ്ഥിതി വിവരം കൃത്യമായി പുറത്തുവിട്ട് സ്വന്തം അണിയാളന്മാർക്ക് ചരമസുഖം പകരുന്നവരാണ് കമ്മി നേതാക്കൾ. അത് നമുക്കറിയാം. അവധിക്ക് നാട്ടിൽ വന്നവനെ പിടിച്ച് സമരത്തിന് കൊണ്ടുപോവുക, അവന്റെ നട്ടലിന് പോലീസിന്റെ ഉണ്ട വാങ്ങിക്കൊടുക്കുക, പിന്നെ പച്ചജീവനോടെ നല്ല പിടയ്ക്കുന്ന രക്തസാക്ഷിയാക്കി അയാളെ വീട്ടിലെ കട്ടിലിൽ കൊണ്ട് തട്ടുക, ശേഷം ആ മനുഷ്യന്റെ പേരിൽ പുഷ്പഗീതം നിർമ്മിച്ച് പാർട്ടിയുടെ വളമാക്കി അയാളെ അങ്ങോട്ട് മാറ്റുക, ഇടയ്ക്കിടെ അയാളുടെ ചുറ്റും കൂടി നിന്ന് പുഷ്പഗീതം ആലപിക്കുകയും അതുവഴി പണ്ടുകൊണ്ട വെടിയുടെ വേദന അയാളുടെ നട്ടലിനെ നിരന്തരം അങ്ങനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതായത് വേണ്ടി വന്നാൽ ഒപ്പമുള്ളവർക്കു നേരെ പോലും വളരെ നിസ്സാരമായി ക്രൂരത അനുഷ്ഠിക്കാനുള്ള മനുഷ്യത്വമില്ലായ്മ കൈമുതലാക്കിയവരാണ് വാസ്തവത്തിൽ കമ്മി നേതാക്കളും അവരുടെ അടിമക്കണ്ണരായിട്ടുള്ള അണിയാളന്മാരും. അങ്ങനെയുള്ള അവർ എന്തിനാണ് ഈ ഉശിരൻ കൊലയെ വെറുമൊരു ആത്മഹത്യയാക്കി മാറ്റിക്കളഞ്ഞത്? കൊല്ലപ്പെട്ട നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന് പാർട്ടി നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് എന്തുകൊണ്ടാണ്? ഒന്നടങ്കം പറയുന്നത് കൊല്ലപ്പെടാനുള്ള അടിസ്ഥാന യോഗ്യതകൾ ഒന്നും സ്വഭാവത്തിൽ തീർച്ചയായും സൂക്ഷിക്കാത്ത ഇനം സഖാവായിരുന്നു അദ്ദേഹം എന്നത് വളരെ നേര്. എന്നാൽ അതുകൊണ്ടാണോ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പാർട്ടിയും അന്വേഷണ പണിക്കാരുമൊക്കെ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, അതിന് 2 കാരണങ്ങളുണ്ട്. രണ്ടാമത്തെ കാരണം ആദ്യം പറയാം. സകല സംവിധാനങ്ങളും സ്വാധീനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി നവീൻ ബാബുവിന്റെ കൊലയെ ആത്മഹത്യയാക്കുന്നതിന് പിന്നിലെ രണ്ടാമത്തെ കാരണം ഇതാണ്. ഇഹലോക ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ലോകമെമ്പാടുമുള്ള ഒരുപാട് മനുഷ്യരെ പരലോകത്തേക്ക് പറഞ്ഞുവിടാനുള്ള സന്മനസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുണ്ട്. ജീവിത ദുരിതങ്ങളുമായി മല്ലടിച്ച് കഴിഞ്ഞിരുന്ന പല മലയാളികളെയും രക്ഷപ്പെടുത്താനായി പരലോകത്തേക്ക് കൊന്നുവിടാൻ കേരളീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കഴിഞ്ഞിരുന്നു, അല്ലെ? TP ചന്ദ്രശേഖരനൊക്കെ സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കി ജീവിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഇങ്ങനെ ഇഹലോകവാസിയായി ഇവിടെ കഷ്ടപ്പെടേണ്ട ഒരുവനൊന്നുമല്ല TP എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഒരു ദിവസം രാത്രി തന്റെ ഇരുചക്രത്തിൽ ചേക്കേറാനായി വീട്ടിലേക്ക് അങ്ങനെ അങ്ങ് പാഞ്ഞുകൊണ്ടിരുന്ന TPയെ വീടെത്തുന്നതിന് തൊട്ടു മുൻപ് അല്ലെങ്കിൽ കുറച്ചു മുൻപ് ആ കമ്മി പ്രസ്ഥാനം
നാടൻ ഗുണ്ട്, നല്ല നാടൻ ഗുണ്ടറിഞ്ഞ് അങ്ങോട്ട് പിടിച്ചു, ഒട്ടും സമയം പാഴാക്കാതെ. പ്രസ്ഥാനത്തിനു വേണ്ടി കൊലാപ്രവർത്തനം നടത്തുന്ന ഘാതക തൊഴിലാളികൾ ടി.പിയുടെ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനെ പരലോകത്തേക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഈ APMPS അങ്ങനെ എന്തോ പറയുന്ന, അല്ലെങ്കിൽ അഖില പരലോക മലയാള പരേതാത്മാ സൊസൈറ്റി എന്ന സംഘടനയുടെ ഭാഗമായി പരലോകത്ത് വളരെ സുഖമായി ഇപ്പോൾ കഴിയുകയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന സംഗതികൾ അല്ലേ, എല്ലാം അറിയാം. എന്നാൽ ടി.പിയെ പോലെ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകളാൽ കൊല്ലപ്പെട്ടവനാണെന്നും മറ്റും മേനി പറഞ്ഞ് പരലോകത്ത് നവീൻ ബാബുവിന്റെ ആത്മാവ് വിലസാൻ പാടില്ല. അല്ലെങ്കിൽ അഖില പരലോക മലയാള പരേതാത്മാ സൊസൈറ്റിയുടെ അടുത്ത വാർഷിക സമ്മേളനത്തിന് ടി.പി അടക്കമുള്ളവരുടെ ഒപ്പം നവീൻ ബാബുവിന്റെ ആത്മാവ് ആഘോഷിക്കപ്പെടാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാൽ കൊല്ലപ്പെട്ടു എന്നത് പരലോകത്തേക്ക് ജനിച്ചു ചെല്ലുന്നവരുടെ മൂല്യം ഉയർത്തുന്ന സംഗതിയാണ്, വളരെ ഉയർത്തുന്ന സംഗതിയാണ്. ഇഹലോകത്തു നിന്ന് ആത്മഹത്യ ചെയ്ത് പരലോകത്തേക്ക് ജനിക്കുന്നവർക്ക് പൊതുവെ അത്ര കണ്ട് പരലോക മൂല്യം ലഭിക്കില്ല. സ്വാഭാവികമായും നവീൻ ബാബുവിന് പരലോകത്തും പ്രസക്തി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഉശിരൻ കൊലപാതകത്തെ വെറും ആത്മഹത്യയാക്കി അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി സ്വയം നഷ്ടം നേടിയെടുക്കുന്നത്. സത്യത്തിൽ നവീൻ ബാബുവിന്റെ കൊലപാതകം പാർട്ടിയുടെ ഘാതക പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന ഒന്നായിരുന്നു അല്ലേ? നവീൻ ബാബുവിനെ നിരുപാധികം വധിച്ചു കൊടുത്തത് മരണകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നേതാക്കളുടെ കാര്യശേഷിക്ക് ഒരു പൊൻതൂവലാകുമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ആളുകളെ വളരെ ഉദാരമായി കൊന്നുകൊടുത്ത് കുടുംബം പോറ്റിയിരുന്ന സാധുക്കളായിട്ടുള്ള ഘാതക സഹോദരങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വധവേലയായി നവീൻ ബാബുവിന്റെ കൊല മാറുമായിരുന്നു. കാരണം പലരെയും കൊന്ന് പരലോകത്തേക്ക് പാർട്ടി രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു കൂടുതലും. ആദ്യമായിട്ടാണ് ഉന്നതനായിട്ടുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സമൂലം കൊല്ലാൻ പറ്റിയത്. പാർട്ടിയുടെ മരണകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നേതാക്കൾക്കും അതുപോലെ തന്നെ കൊലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കൊടിസുനിയന്മാരെ പോലുള്ള ഘാതക ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ വളരെ അഭിമാനിക്കാവുന്ന ഒരു ഇരയായിരുന്നു ADM ആയിരുന്ന നവീൻ ബാബു അല്ലേ? എന്നാൽ തങ്ങളാൽ കൊല്ലപ്പെട്ടവനെന്ന വിലാസത്തിൽ നവീൻ ബാബു പരലോകത്ത് അങ്ങനെ അങ്ങ് വിലസേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു, ഉറപ്പിച്ചു. അതുകൊണ്ടാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വരെ കൊന്നവരാണെന്ന് മേനി പറയാനുള്ള അവസരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പാർട്ടി ആ കൊലയെ ആത്മഹത്യയാക്കി അങ്ങോട്ട് മാറ്റിക്കളഞ്ഞത്. തങ്ങളുടെ പകയ്ക്ക് പാത്രമാകുന്നവർക്ക് പരലോകത്ത് പോലും രക്ഷയില്ല എന്ന് ഇഹലോകവാസികളെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഈ കൂറ്റൻ നഷ്ടം ഇപ്പോൾ പാർട്ടി സഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, കണ്ണൂരിയൻ സഖാക്കളുടെ ഘാതകാസക്തിയെ ഉണർത്താനുള്ള വശീകരണ ശേഷി പത്തനംതിട്ടയിലെ ഒരു സഖാവിനുണ്ടെന്ന് അംഗീകരിക്കാനും വടക്കൻ സഖാക്കൾക്ക് താല്പര്യമില്ല എന്നതും ഒരു വസ്തുത തന്നെയാണ്. നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന്റെ ക്രെഡിറ്റ് അവർ വേണ്ട എന്ന് വെക്കുന്നതിന് മറ്റൊരു കാരണം വാസ്തവത്തിൽ ഇതാണ്. എന്നാൽ ഇതല്ല പ്രധാന കാരണം. പ്രധാന കാരണം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പോങ്ങൻ ഈ സംസാരം അങ്ങോട്ട് നിർത്തിക്കോളാം. സത്യത്തിൽ ആ പ്രധാന കാരണം എന്റെ കണ്ടെത്തലല്ല. സ്വന്തം മരണം കൊണ്ട് നവീൻ ബാബു പോങ്ങനെ പഠിപ്പിച്ചതാണ് ആ പാഠം. ഈ പോങ്ങൻ പഠിച്ചു മനസ്സിലാക്കിയത് എന്റെ സഹപോങ്ങന്മാരുമായി തീർച്ചയായും ഞാൻ പങ്കിടാം. അതാണല്ലോ എന്റെ പണി. നമ്മുടെ ഈ നവീൻ ബാബു ഗാന്ധിജിയെ പോലെ ഒരുവനായിരുന്നു എങ്കിൽ കൊല്ലപ്പെട്ടിട്ടും ആത്മഹത്യ ചെയ്തുവെന്ന ദുഷ്പേരും കേൾപ്പിച്ച് നമുക്കിടയിൽ പരേതനായി അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ കഴിയില്ലായിരുന്നു. അതായത് സ്വന്തം നാണം സ്വയം തുന്നിയ തുണിശീല കൊണ്ട് മറയ്ക്കുക എന്നത് ഗാന്ധിജിയുടെ ഒരു ആദർശ തന്ത്രമായിരുന്നു അല്ലേ? എന്നാൽ നമ്മുടെ ഗാന്ധിജി അന്റാർട്ടിക്കയിലായിരുന്നു എങ്കിൽ മഞ്ഞുപാളിയിലിരുന്ന് ചർക്ക കറക്കി ചർച്ചിക്കാനും തുണി പണിതെടുത്ത് നാണം മറയ്ക്കാനും അദ്ദേഹം നിൽക്കുമോ? ഇല്ല. ഗോഡ്സെയുടെ ഉണ്ട തറയാൻ പോലും അവശേഷിക്കാത്ത വിധത്തിൽ അദ്ദേഹം തണുത്തുറഞ്ഞ് ചരിത്രമായി പോകുമായിരുന്നു അല്ലേ? അതുപോലെ ഈ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു നാടായതുകൊണ്ടല്ലേ തന്തത്തിട്ടം കിട്ടാത്തവനെ പോലെ ഇവിടെ ഇരുന്ന് വായ്ത്താളം വിടാൻ കാന്തപുരത്തിന് കഴിയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞത്? അതെ, ഇന്ത്യയിലിരുന്ന് ഹിന്ദു വിരുദ്ധത പറയുന്ന ഏതെങ്കിലും ഒരുവൻ അഫ്ഗാനിൽ ചെന്ന് താലിബാനെതിരെ സംസാരിക്കാൻ നിൽക്കുമോ? വായ അടച്ചുകൊണ്ട് പോലും ഒറ്റയെണ്ണവും ഒന്നും നാവനക്കില്ല. പറഞ്ഞു വന്നത് ഇതാണ്,
പന്തി എറിഞ്ഞ് വിളമ്പണം, ഇല്ലേൽ വിളമ്പുന്നവന്റെ കഥ കഴിയും. കഷ്ടപ്പെടുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന തസ്കര വിരുദ്ധന്മാർക്ക് കള്ളന്മാർ ഭൂരിപക്ഷമാകുന്നിടത്ത് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാ. എന്നാൽ കള്ളന്മാരുടെ മോഷണവൃത്തിക്ക് അള്ളുവെക്കുന്ന സ്വഭാവം കൈവശമുണ്ടെങ്കിൽ എത്ര വലിയ കള്ളന് പിറന്നവനാണെങ്കിലും അവർ ആ തസ്കര വിരുദ്ധന്റെ കഥ കഴിച്ചിരിക്കും. നവീൻ ബാബു പാർട്ടി കുടുംബത്തിൽ ജനിച്ചവനാണ്, നമുക്കൊക്കെ അറിയാം. എന്ന് കരുതി പാർട്ടിക്കാരുടേതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ നവീൻ ബാബുവിൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അഴിമതിയുടെ ആചരണമാണ് നവകാല സഖാക്കളെ സംബന്ധിച്ച് പൊതുപ്രവർത്തനം. വായ തുറന്നാൽ ആദർശം തെറിക്കുമെങ്കിലും അഴിമതി ആചരണത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സാണ് ഓരോ സഖാവിലുമുള്ളത്. വാക്കുകളിൽ മുഴങ്ങുന്ന ആദർശവും പ്രവൃത്തിയിൽ പ്രകടമാവുന്ന അഴിമതിയുമാണ് ഒരു സഖാവിനെ ലക്ഷണമൊത്ത കമ്മിയാക്കുന്നത്. ജന്മം കൊണ്ട് സഖാവാകാൻ നവീൻ ബാബുവിന് സാധിച്ചു, എന്നാൽ കർമ്മം കൊണ്ട് കമ്മിയാകാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. കള്ളക്കമ്മികളുടെ വിശുദ്ധ ഊരിൽ ചെന്ന് അവറ്റകളുടെ സകല കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് ആകാവുന്നത്ര ആ കള്ളക്കമ്മികളെ വെള്ളം കുടിപ്പിച്ചിട്ട് ചുമ്മാ സുഖമായി അങ്ങനെ ജന്മനാട്ടിലേക്ക് ആ സഖാവിനെ പറഞ്ഞുവിടാൻ കള്ളക്കമ്മികൾ തയ്യാറാവുമെന്ന് കരുതുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഇല്ല. ആദർശത്തിന്റെ അസുഖമുണ്ടായിരുന്ന ആ സഖാവിനോട് ക്ഷമിക്കാൻ കള്ളക്കമ്മികൾക്ക് കഴിയുമെന്നാണോ? നല്ല ശേലായി. ആ മനുഷ്യനെ കൊന്നു കെട്ടിത്തൂക്കി. മലയാളികൾ പ്രതിഷേധിച്ചില്ല. ആ കൊലപാതകത്തെ ആത്മഹത്യയാക്കി. മലയാളികൾ പ്രതിഷേധിച്ചില്ല. മൂക്കൂരി കൊലക്ടർ വരെ കൊലയ്ക്ക് കള്ളസാക്ഷ്യം പറഞ്ഞു. മലയാളികൾ പ്രതിഷേധിച്ചില്ല. കൊലാകാരന്മാർക്ക് സ്വാധീനമുള്ള ആശുപത്രിയിൽ എടുപിടിയെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. മലയാളികൾ പ്രതിഷേധിച്ചില്ല. CBIയുടെ അന്വേഷണ പരിപാടികളൊന്നും വേണ്ട എന്ന് പാർട്ടി പറഞ്ഞു. മലയാളികൾ പ്രതിഷേധിച്ചില്ല. ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, കേരളം കള്ളന്മാരുടെ നാടാണ്. ആദർശം പ്രസംഗിച്ചുകൊണ്ട് അഴിമതി ആചരിക്കുന്നവരുടെ നാട്. പ്രതിപക്ഷവും ഭരണപക്ഷവും സാമ്പ്രദായിക മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമ തൊഴിലാളികളും സാംസ്കാരിക നായകരും സാമൂഹ്യ പ്രവർത്തകരും സാധാ ബുദ്ധിജീവികളും ഇടത് വലത് ഉൽപ്പതിഷ്ണുക്കളും മതമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും മറ്റ് സകലമാന സാമൂഹ്യ കൂട്ടായ്മക്കാരും പ്രതികരണ തൊഴിലാളികളും രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ വിമർശകരും ഒക്കെ ഒറ്റക്കെട്ടായി അവരവരാൽ കഴിയും വിധം സാധാരണക്കാരെ ചൂഷണം ചെയ്ത് വളരെ സുഖമായി ജീവിക്കുന്നു. അവർക്കൊന്നും ആദർശത്തിന്റെ കുത്തലില്ല. ഉള്ളത് അനർഹമായതൊക്കെ ആർജിച്ച് അനുഭവിക്കാനുള്ള ആർത്തി മാത്രം. സാധാരണ മനുഷ്യർ ആത്മാഭിമാനത്തോടെ ആചരിക്കുന്ന ഒന്നാണ് ഈ ആദർശം. കമ്മി കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ആദർശധീരരായാൽ അവർ കൊല്ലപ്പെട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തുകയും പിന്നീട് ആത്മഹത്യ ചെയ്തവനെന്ന പേരുദോഷത്തോടുകൂടി മോർച്ചറിയിൽ നിന്നും 4 ആളുടെ തോളിൽ കയറി ചിതയിലേക്കോ കുഴിയിലേക്കോ ഒക്കെ അങ്ങോട്ട് പോവേണ്ടി വരും. എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടവും ദുഃഖവും അതെത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോങ്ങൻ തീർച്ചയായിട്ടും ഈ സംസാരം ഇവിടെ നിർത്തുന്നു. പ്രബുദ്ധ മലയാളികൾ എന്നെന്നും വളരെ നന്നായിരിക്കട്ടെ. അതുമാത്രമേ പോങ്ങന് പറയാനുള്ളൂ. ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു.